ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്ത് ചെയ്യാം, നമുക്ക് ലീവായിരുന്നു. അപ്പോൾ ലീവായ പുള്ളിക്കാരത്തി രാവിലെ പറഞ്ഞു നമുക്ക് മുട്ട ബിരിയാണി ആക്കിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ബിരിയാണീൻ്റെ റൈസ് ഉണ്ടായിരുന്നു, മുട്ടി ഉണ്ടായിരുന്നില്ല, സവോളയും അതുപോലെ തന്നെ തക്കാളി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് മേടിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും പോയി മേടിച്ചിട്ട് വന്നു കേട്ടോ. അപ്പം പിന്നെ ഞാൻ ഇതിൽ എഗ് ബോയിലറിൽ നമുക്ക് ആവശ്യമില്ലാതെ ഞാൻ 3 എഗ്ഗ് മാത്രമേ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. 3 എഗ്ഗ് അവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഞാൻ കഴുകി അവിടെ വെച്ചു. പിന്നെ ഉള്ള പരിപാടി എന്ന് പറയുന്നത് സവോള കേട്ടോ. ഞാനൊരു 3 സവോള എടുത്തിട്ട് കുറച്ചധികം മസാല ടേസ്റ്റിലാക്കാന്ന് വെച്ചിട്ട് 3 സവോള അതൊന്ന് നല്ല കുനുകുനാന്ന് പറഞ്ഞ് ഇങ്ങനെ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തു കേട്ടോ. ഞാൻ പകുതി പീസാക്കും കേട്ടോ. ഇങ്ങനെ രണ്ടും കുനുകുനാന്ന് പറഞ്ഞ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ തക്കാളി തൊലി കളഞ്ഞെടുത്തിട്ട് മുറിച്ച് വെക്കുന്നുണ്ട്. അതുപോലെ വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം തൊലി കളഞ്ഞ് വെച്ചിട്ട് നമുക്കൊന്ന് പിന്നെ പേസ്റ്റ് മിക്സിയിൽ നമുക്ക് പേസ്റ്റ് ഫോമിലൊന്ന് അരച്ചെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളകും. അപ്പോൾ പിന്നെ കുറേ ആയിട്ടോ ഈ എഗ്ഗിൻ്റെ പിന്നെ ബിരിയാണി ആക്കിയിട്ട്. അപ്പോൾ ഭയങ്കര ചൂടുണ്ടായിരുന്നു. ഞാൻ എടുക്കുമ്പോൾ ഞാൻ പതിയെ എടുത്ത് വെള്ളത്തിലിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ തൊലി കളഞ്ഞ് വെച്ചതിൽ നമ്മളെ ഇതിനെ കൊണ്ട് കരായി ഇടണം. കത്തീനെ കൊണ്ട് ഇങ്ങനെ കരായെല്ലാം ഇട്ടിട്ട് ഇതുപോലെ ഞാനൊരു മസാല ഒക്കെ ഇട്ടിട്ട് ഒന്നുമില്ല, ജസ്റ്റ് മുളക് പൊടി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊരു മസാല. ആ മസാലയിൽ ഇതുപോലെ കരായിട്ട് കൊടുത്തത് നല്ലോണം ഒന്ന് ഉള്ളിലേക്കെല്ലാം വരുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ പെരക്കി കൊടുത്തിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കോട്ടെ ചെയ്യുന്നത്. അപ്പോൾ എഗ്ഗ് ബിരിയാണി ആക്കിയിട്ട് കുറേ കാലമായിരിക്കും. അപ്പോൾ ഒരു കൊതി എഗ്ഗ് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആക്കുന്നതാണ്. അപ്പോൾ ഇത് നേരത്തെ ദോശ ഇട്ട് കൊടുത്താൽ കേട്ടോ. ദോശ വേണമെന്ന് പറഞ്ഞിട്ട് ദോശ ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ എഗ്ഗ് അവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചു. അപ്പോഴേക്കിതാ ഞാൻ വിചാരിച്ചു നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകെല്ലാം അരച്ച് വെക്കാമെന്ന്. അപ്പോൾ ഏകദേശം എഗ്ഗ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. പിന്നെ അതേ ഇതിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഉള്ളി വഴറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇച്ചിരി നല്ലോണം പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വഴറ്റാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വെളിച്ചെണ്ണ പാത്രം, അതായത് നമ്മളെ കുപ്പി ഉണ്ടായിരുന്നില്ല, എല്ലാം പൊട്ടിപ്പോയി കേട്ടോ. അതിൻ്റെ ഇതെല്ലാം ഇളകി വന്നു. ഇനി പുതിയത് മേടിക്കണത്ര അത്ര വരെ ഈ പ്ലാസ്റ്റിക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് ഏതോ വെളിച്ചെണ്ണ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്, അതിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് തന്നെ യൂസ് ചെയ്ത്. പിന്നെ സവോള ഇച്ചിരി വഴണ്ട് വന്നപ്പോഴേ അതിൽ തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി ഇട്ട് കൊടുത്ത ശേഷം ഞാൻ ലോ ഫ്ലെയിമിൽ കുറേ സമയം വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരു ഫോണിൽ വന്ന് ഞാൻ കുറേ സമയം ഫോണിൽ സംസാരിച്ച ശേഷം വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ലോ ഫ്ലെയിമിലാണ് ഇപ്രാവശ്യം എന്ന് വെച്ചാൽ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ആക്കാൻ തുടങ്ങിയത്. മറ്റേന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഇടയിലാണ് തക്കാളി ആയാലും മുറിച്ചെടുക്കുക, അല്ലെങ്കിൽ വെളുത്തുള്ളി തൊലി കളഞ്ഞെടുക്കൽ, അങ്ങനത്തെ പരിപാടിയിലും ഇതാക്കുന്നതിൻ്റെ ഇടയിലാട്ടോ. അതുകൊണ്ട് ഇപ്രാവശ്യം എന്തോ കുറേ സമയം ആവാനെടുത്ത പോലെ എനിക്ക് തോന്നി. ഞാൻ ഇതിലേക്ക് മല്ലി പുതിന അതുപോലെ തന്നെ കറിവേപ്പില ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഇച്ചിരി മല്ലിപ്പൊടിയാണ്, ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഗരം മസാല ഇട്ടാവും, 1 ടീസ്പൂണോളം ഗരം മസാലയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ലോണം വഴറ്റിയെടുത്ത ശേഷം ഞാൻ എന്ത് ചെയ്തു, അതിലേക്ക് ഇച്ചിരി 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ. ഒരു നെയ്യിൻ്റെ ഒരു രുചി കിട്ടാൻ വേണ്ടിയിട്ട് നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് നല്ല ടേസ്റ്റ് ആട്ടോ. ഒരു 2-3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചേ ഇട്ട് കൊടുത്തുള്ളൂ. ജസ്റ്റ് ഒരു തട്ടിക്കുട്ടി ബിരിയാണിയാണ് കേട്ടോ ഇന്ന്, വലിയ ഇതിലൊന്നുമല്ല. അപ്പോൾ ഇനി ഞാനിത് ആ കുക്കറിലാട്ടോ വെക്കുന്നത്. അപ്പോൾ കുക്കറിൽ അടിയിൽ ഞാൻ മസാല ഇട്ട് കൊടുത്തു. ഇനി പുഴുകിയ മുട്ട വെച്ച് കൊടുത്തു. ഇനി ഞാൻ അതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുത്തു കേട്ടോ. ഈ അരി ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ എത്രയാണോ അരി എടുത്തിട്ട്, ഞാനിപ്പോൾ 2 കപ്പ് അരിയാണ് 4 കപ്പ് വെള്ളമാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ അരി, അതായത് അരി പോലും അറിയാതെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് പതിയെ ഒരു സൈഡിലേക്ക് കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പാട്ടോ എനിക്കൊരു കൺഫ്യൂഷൻ വന്നത്, കാരണം ഇതിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നില്ല. അപ്പം ഞാൻ കുറച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്കൊരു 2 ടീസ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കാം. അപ്പം നെയ്യ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, അടച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ കേട്ടോ വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വേവിക്കാൻ സാധനങ്ങൾ ഇതാ
തിന്നു കുഞ്ഞ്? എന്നെ തിന്നുന്നേ? എന്നെ തിന്നുന്നേ കുഞ്ഞു? എന്നെ തിന്നുന്നേ? എന്നെ തിന്നുന്നേ? ആർക്കെങ്കിലും ഇതേപോലത്തെ അവസ്ഥയുണ്ടെങ്കിൽ പറയണേ. മുന്തിരി അണ്ടിപ്പരിപ്പ് തിന്നു തീർത്തു. ബിരിയാണിയിൽ ഇടാൻ കൊണ്ടുവന്ന മുന്തിരി അണ്ടിപ്പരിപ്പായിരുന്നു. ഇപ്പോൾ പാക്കറ്റ് കാലി. അത് ബിരിയാണിയിൽ ഇടാൻ കഴിയും. പിന്നെ കുഞ്ഞു മുന്തിരി ഒന്നും ഇടുന്നോ? കുഞ്ഞു കുഞ്ഞു മുന്തിരി തിന്നോ? കുഞ്ഞു എടി മുന്തിരി തിന്നോ? മുന്തിരി തിന്നിരുന്നോ? അയ്യോ എന്റെ പോ കൊടുത്തമ്മോ. ഇതാണ് അടി 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 അടിയായി. നീ കൊടുത്തില്ല. കൊടുത്ത എന്താ അപ്പ കൊടുക്ക്. കുക്കറിൽ വെച്ചിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 വിസിലടിച്ച് കഴിഞ്ഞപ്പോഴേ അതിൻ്റെ പ്രഷറെല്ലാം പോയി ഓപ്പൺ ആക്കിയപ്പോൾ നല്ല ടേസ്റ്റിൽ ചോറായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉച്ചക്ക് കഴിച്ചോട്ടെ എല്ലാവരും കൂടെ.